നമ്മുടെ ലോക്സഭാ പ്രീപോൾ അവലോകനത്തിലെ 2 മണ്ഡലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരവും ആറ്റിങ്ങലും. മൂന്നാമത്തെ മണ്ഡലം കൊല്ലമാണ്. കൊല്ലത്തെ പറ്റി ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. NK പ്രേമചന്ദ്രനുമായിട്ട് സിറ്റിംഗ് MP ബന്ധപ്പെട്ട്. അതായത് സ്വന്തം പാർട്ടിയെ, RSP എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചിട്ട് വളർന്ന നേതാവ് എന്ന് ഞങ്ങളെന്ന് പറഞ്ഞിരുന്നതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും യാതൊരു മാറ്റവും നിലപാടിലില്ല. ഒരു പാർട്ടി ഇല്ലാണ്ടായി ആര്? RSP. പക്ഷെ പ്രേമചന്ദ്രൻ വാനോളം വളർന്നു. അദ്ദേഹം വീണ്ടും UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു കൊല്ലത്ത്. ജയിച്ചു കഴിഞ്ഞാൽ നാളെ അദ്ദേഹം എന്താകുമെന്നത് വാനോളം ഉയരുന്ന ഒരു നേതാവിന്, പാർട്ടി വിഷയമല്ലാത്ത ഒരു നേതാവിന് പിന്നെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം പാർട്ടി വിട്ടുപോയാലും കുഴപ്പമില്ല എന്നൊരു ഘട്ടത്തിലേക്ക് ആകാശ പറവകൾ പോലെ പറന്ന് അങ്ങ് എങ്ങോ പോകാവുന്ന ഒരു തലത്തിലേക്ക് പോകാമല്ലോ. അപ്പം അത് നമ്മൾ മുൻകൂട്ടി കാണുക. എന്തായാലും UDF നിവൃത്തിയില്ല. വേറെ UDF കൊല്ലത്ത് സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തന്നെ ആയിക്കോട്ടെ. ഇനി BJP അവസാനം കേൾക്കുന്നത് കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാണ്. കുമ്മനം കൊല്ലത്ത് വന്നിട്ട് ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല എന്ന് ഞങ്ങൾ ആദ്യമേ പറയട്ടെ. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതെന്തുകൊണ്ടാണെന്ന് ഉള്ള ഉത്തരവാണ് NK പ്രേമചന്ദ്രൻ. കൊല്ലത്ത് BJPക്ക് ഒന്നും ചെയ്യാനില്ല എന്നതിൻ്റെ ഉത്തരമാണ് സാക്ഷാൽ കുമ്മനം വന്നാലും ഇനി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വന്നാലും ഇനി ആര് BJP വന്നാലും കൊല്ലത്ത് ഒരു കാര്യവുമില്ല എന്നുള്ളതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് NK പ്രേമചന്ദ്രൻ. അപ്പം അതിൻ്റെ അടിയൊഴുക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇനി അത് അവിടെ നിൽക്കട്ടെ. 3 LDF സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതാണ്. പറഞ്ഞു കേട്ടിടത്തോളം കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ലെഫ്റ്റ് റൈറ്റ് വോയിസ് മനസ്സിലാക്കുന്നത്, കൊല്ലത്ത് ഒരു ഗൗരവം LDF ഇതിനകത്ത് കൊടുക്കുന്നില്ല എന്നാണ്. അവസാനം കേൾക്കുന്നത് ഇപ്പോഴത്തെ കൊല്ലം MLA സിനിമാ നടൻ മുകേഷിനെ NK പ്രേമചന്ദ്രനെതിരെ LDF സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നാണ് കേൾക്കുന്നത്. അത് LDF തീരുമാനം ഔദ്യോഗികമായിട്ട് വരട്ടെ. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയാം. NK പ്രേമചന്ദ്രനെ നേരിടാൻ മുകേഷ് ഒരു മികച്ച സ്ഥാനാർത്ഥി അല്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു സങ്കോചവുമില്ല. കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക്. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ മുകേഷ് ഒരു മികച്ച സ്ഥാനാർത്ഥിയല്ല. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കട്ടെ. അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. 2 പിന്നെ പറഞ്ഞു കേട്ടൊരു പേര് CS സുജാതയുടെ പേരാണ്. പാർട്ടിയുടെ ഒരു പ്രമുഖ വനിതാ നേതാവായ ആലപ്പുഴക്കാരിയായ CS സുജാതയുടെ പേര് കേട്ടു. ഇനി സുജാതയുടെ പേര് പ്രഖ്യാപിച്ചാലും അവിടെ പ്രേമചന്ദ്രനെതിരെ ഒരു മികച്ച മത്സരം നടത്താൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് 2 അഭിപ്രായമുണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി മൂന്നാമത് ഞങ്ങളൊരു കാൻഡിഡേറ്റിനെ സജസ്റ്റ് ചെയ്യും. NK പ്രേമചന്ദ്രനെ നേരിടാൻ ഇടതുപക്ഷത്തിന് LDF കൊല്ലത്തിറക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പറയുകയാണെങ്കിൽ അത് സുരേഷ് കുറുപ്പാണ്. മുൻ MP, മുൻ കോട്ടയം MP സുരേഷ് കുറുപ്പ്. കാരണം NK പ്രേമചന്ദ്രൻ ഈ ഉഡായിപ്പെല്ലാം കാണിച്ച് സ്വന്തം പാർട്ടിയെ കൂടെ വിഴുങ്ങിയിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഈ നിലയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു വാക്ചാതുരി, വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുള്ള കഴിവ്, പിന്നെ പഞ്ചായത്ത് തലം മുതൽ വളർന്നു വന്ന നേതാവ്, MLA ആയി, പിന്നീട് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് ഭാരവാഹി, പിന്നെ MLA, പിന്നെ MP, ഇതിനിടയിൽ മന്ത്രിയായി, ഇടതുപക്ഷ ഗവൺമെന്റിൽ ജലവിഭവ മന്ത്രിയായി. ഇങ്ങനെ വളർന്ന് പടിപടിയായിട്ട് വന്ന NK പ്രേമചന്ദ്രന്റെ ഒരു അനുഭവ സമ്പത്ത്, പിന്നെ വാക്ചാതുരി, പാർലമെന്റിൽ എവിടെയായാലും വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ്, ഭാഷാ ശുദ്ധി, ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ അതിനോട് മത്സരിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ കൊല്ലത്ത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ സുരേഷ് കുറുപ്പാണ്. കാരണം
സുരേഷ് കുറുപ്പ് ലോക്സഭാ അംഗമായിരിക്കെ അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മുടെ നാഷണൽ മീഡിയ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ, നമ്മുടെ പാർലമെന്റിലെ ബന്ധപ്പെട്ട പാർലമെന്റ് നിയന്ത്രിക്കുന്ന സ്പീക്കറായി ഉൾപ്പെടെയുള്ളവര് ലോക്സഭയിലെ സുരേഷ് കുറുപ്പിന്റെ പെർഫോമൻസ് ലെവലിനെ പറ്റി അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു നോക്കുക. അപ്പോ N.K. പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന മികച്ച പാർലമെന്റേറിയന് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച പാർലമെന്റേറിയൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വേറെ പല പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ സുരേഷ് കുറുപ്പിനും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രേമചന്ദ്രനെ നേരിടാൻ, N.K. പ്രേമചന്ദ്രനെ നേരിടാൻ പറ്റുന്ന CPM-ലെ ഇടതുപക്ഷത്തെ മികച്ച ലോക്സഭാ പെർഫോമൻസ് ലെവലുള്ള റെക്കോർഡുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ നിർത്താൻ പറ്റുന്നത് സുരേഷ് കുറുപ്പിനെയാണ്. മുകേഷിനെയോ CS സുജാതയോ അല്ല എന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു. പക്ഷേ സുരേഷ് കുറുപ്പിനെ നിർത്തുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇടത് മുന്നണി LDF ആണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കൊല്ലത്ത് ഞങ്ങൾ വീണ്ടും പറയുന്നു, കൊല്ലത്തിന്റെ ചരിത്രം എല്ലാം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ ദിവസം കൊടുത്ത വീഡിയോയിൽ, നമ്മുടെ പ്രേക്ഷകർ താല്പര്യമുണ്ടെങ്കിൽ അതൊന്നുകൂടി കാണുക. പക്ഷെ കൊല്ലത്തൊരു കടുത്ത മത്സരം പ്രേമചന്ദ്രന് കാഴ്ചവെക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സുരേഷ് കുറുപ്പാണ്. സുരേഷ് കുറുപ്പാണ്, മുൻ MP, കോട്ടയത്തെ MP. ലോക്സഭയിലെ മിന്നുന്ന പ്രകടനം റെക്കോർഡ് ആയിട്ട് അത് ഉണ്ട്. അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പാണ്. പക്ഷേ സുരേഷ് കുറുപ്പിനെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അല്ലെങ്കിൽ കൊല്ലം ഇടതുമുന്നണി കൈവിട്ടു എന്ന് വിചാരിച്ചാൽ മതി. തിരുവനന്തപുരം ഓൾറെഡി കൈവിട്ടു. ഇപ്പൊ കേൾക്കുന്ന തിരുവനന്തപുരത്ത് ഇടതുമുന്നണി പ്രത്യേകിച്ച് CPIക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. തരൂരിനെതിരെ നല്ലൊരു സ്ഥാനാർത്ഥിയെ CPI കൊണ്ട് നിർത്തണം എന്നൊരു മുന്നറിയിപ്പ് CPM കൊടുത്തിരിക്കുന്നെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് കഴിഞ്ഞ 2 ഇലക്ഷനിലെ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. BJP കരുത്തനായ സ്ഥാനാർത്ഥി നിർത്താൻ നോക്കുന്നു. പല പേരുകൾ പിന്നെ മാറി മറിയുന്ന പേരുകൾ. അപ്പൊ അവിടെ CPIയോട് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് നിർത്തും എന്നാണ് പറയുന്നത്, തരൂരിനെതിരെ. അതേ അർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങള് LDF ഇടതുപക്ഷം കൊല്ലത്തൊരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തൂ. N.K. പ്രേമചന്ദ്രനോട് നേരിടാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തൂ. അവിടെയാണ് ഞങ്ങൾ സുരേഷ് കുറുപ്പിലേക്ക് എത്തുന്നത്. മുകേഷോ CS സുജാതയോ അവരെ അപമാനിച്ച് പറയുകയല്ല, അവരെ മോശപ്പെടുത്തി പറയുകയല്ല. മുകേഷ് നിലവിൽ കൊല്ലം MLA ആണ്, വീണ്ടും ജയിച്ച MLA ആണ്, മികച്ച നടനാണ്, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ ഇകഴ്ത്തിയല്ല പറയുന്നത്. ഒരർത്ഥത്തിൽ അങ്ങനെ എടുക്കരുത്. മുകേഷൊക്കെ മിടുക്കരാണ്. CS സുജാതയെക്കാളും, സുജാതയും മികച്ച ഒരു വനിതാ നേതാവാണ്. പാർട്ടിയിലെ പല തലങ്ങളിൽ പ്രവർത്തിച്ചു വന്ന കഴിവുള്ള വനിതാ നേതാവാണ് സുജാതയോടും ഞങ്ങൾക്ക് യാതൊന്നും മോശപ്പെട്ടൊന്നും പറയാനില്ല, ഇകഴ്ത്തി ഒന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഹു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, രാഷ്ട്രീയ കാലാവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊല്ലത്ത് N.K. പ്രേമചന്ദ്രനോട് മത്സരിക്കാൻ കരുത്തനായ ഒരാള് ഒരു മുൻ പാർലമെന്റേറിയൻ ആയിരിക്കണം, കഴിവ് തെളിയിച്ച ഒരാൾ. ഇപ്പൊ പ്രേമചന്ദ്രന്റെ പാർലമെന്റേറിയനുള്ള കഴിവ് എടുത്തു കാട്ടിയാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു മികച്ച മുൻ പാർലമെന്റേറിയനെ തന്നെ രംഗത്തിറക്കണം എന്നതുകൊണ്ടാണ് ഞങ്ങൾ സുരേഷ് കുറുപ്പിന്റെ പേര് ഇവിടെ നിർദ്ദേശിക്കുന്നത്. LDF കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം പറഞ്ഞു. അത് നടപ്പാകുന്നില്ലെങ്കിൽ പിന്നെ കൊല്ലം എന്താകുമെന്ന് നമ്മൾ ഊഹിച്ചാൽ മാത്രം മതി. വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല.